السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله والفائزين من الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ സയ്യിദ് മർബാത്ത് ജമീലലി തങ്ങൾ, ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച സുന്നി യുവജന സംഘം സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ആദരണീയനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യരായ സൈനുൽ ആബിദീൻ തങ്ങൾ, അഷ്റഫ് തങ്ങൾ, അബ്ദുറസാഖ് ദാരിമി, സൈനുൽ ആബിദീൻ തങ്ങൾ, മൻസൂർ തങ്ങൾ, മജീദ് ദാരിമി ചളിക്കോട് തുടങ്ങി ബഹുമാന്യരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നമ്മുടെ സംസ്ഥാനത്തുടനീളം ഇതുപോലെ വിപുലമായ ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവർ അംഗം ആദരണീയനായ ഒളവണ്ണ ഉസ്താദും ബഹുമാനായ ഹമീദ് ഫൈസി അമ്പലക്കടവും വിശദമായി ഇവിടെ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുകയും അതിനെതിരായി വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ആശയാദർശങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇത് സംഘടനയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്, നയമാണ്. സമസ്തയുടെ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വിവിധ തലങ്ങളിൽ പ്രചരിപ്പിക്കാനും വ്യാപിപ്പിക്കാനും അതിനാവശ്യമായ കരുത്തു പകരാനും സംഘടനയെ സജ്ജമാക്കാനുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ 14ഓളം പോഷക ഘടകങ്ങൾ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഈ 14 പോഷക ഘടകങ്ങൾക്ക് വീണ്ടും ഒട്ടേറെ ഉപഘടകങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം പരിശുദ്ധ ഇസ്ലാമിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, പരിശീലിപ്പിക്കുക. അത് സമസ്തയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും സമസ്തയെ അംഗീകരിക്കുന്ന മഹല്ല് സംവിധാനങ്ങളാണെങ്കിലും മതപരമായി സമസ്തയാണ് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നാഗ്രഹിക്കുന്ന ഏത് സംരംഭമാണെങ്കിലും അവിടെയെല്ലാം വിശ്വാസപരമായി, കർമ്മപരമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾക്കനുസരിച്ചാണ് ഈ സംവിധാനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടിയാണ് നാം നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ 10,000-ലധികം മദ്രസകൾ കേരളത്തിനകത്തും പുറത്തും, ഇന്ത്യക്ക് പുറത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മദ്രസ സംവിധാനത്തിന്റെ ലക്ഷ്യം പ്രാഥമികമായി എന്തെങ്കിലും മതപരമായ കാര്യങ്ങൾ പഠിക്കാനും ആചാരാനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു മതപഠന സംരംഭം എന്ന നിലയിലല്ല. അതിനേക്കാൾ അപ്പുറം ഇസ്ലാമിന്റെ പേരിൽ ധാരാളം
ആശയപ്രചരണങ്ങളും സംഘടനകളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ നിന്ന് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസത്തെയും അതിൻ്റെ സംസ്കാരത്തെയും പഠിക്കാനും പരിശീലിക്കാനും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അവസരമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ സ്വന്തമായി ഈ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒട്ടേറെ വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് സമസ്ത നേതൃത്വം കൊടുക്കാനുള്ള കാരണം നമുക്ക് സാധ്യമാകുന്ന അത്രയും വിദ്യാർത്ഥികൾക്ക് ദീനീ വിദ്യാഭ്യാസത്തോടൊപ്പം ആ ദീനീ വിദ്യാഭ്യാസത്തിന് വിരുദ്ധമല്ലാത്ത വിധം ഭൗതിക വിദ്യാഭ്യാസം കൂടി ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മതപരമായ കാര്യത്തിൽ, മതപരമായ ആചാരാനുഷ്ഠാനക്രമങ്ങൾ സമൂഹത്തിൽ നിലനിർത്തുന്ന കാര്യത്തിൽ അതിൽ കണിശമായ ഒരു സമീപനം വെച്ചു പുലർത്തി മുന്നോട്ട് പോയതുകൊണ്ടും അത് തലമുറകൾ മാറി മാറി വരുമ്പോഴും അവർക്കിടയിൽ ആ നന്മ നിറഞ്ഞ അന്തരീക്ഷം നിലനിൽക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടുമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന വലിയൊരു ജനസമൂഹം ഇന്നും അവശേഷിക്കുന്നത്. ഒരുപക്ഷെ സമസ്തയേക്കാൾ സംഘടനാ വൈഭവമുള്ള, സാമ്പത്തിക ശേഷിയുള്ള, മറ്റു വ്യത്യസ്തമായ തലങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ധാരാളം മതസംഘടനകൾ മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെയുണ്ട്. പക്ഷെ ആ സംഘടനകൾക്കൊന്നും ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനകത്ത് നേടിയെടുത്തതിന് സമാനമായ വിശ്വാസ്യതയോ അംഗീകാരമോ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ കാരണം കഴിഞ്ഞ 100 വർഷക്കാലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അത്രയും സത്യസന്ധമായും സുതാര്യമായും വിശ്വസ്തയോടുകൂടിയാണ് പരിശുദ്ധ ഇസ്ലാമിനെ ഇവിടെ പരിചയപ്പെടുത്തിയതും ബോധ്യപ്പെടുത്തിയതും. അത് മുസ്ലിം സമൂഹത്തിനകത്തു മാത്രമല്ല, നാം ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സഹോദര സമുദായങ്ങൾക്കിടയിലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിക്കപ്പെടാത്ത വിധം നേരെ ചൊവ്വെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ജീവിത ശൈലിയാണ് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സ്വീകരിച്ചത്. നമ്മുടെ സാദാത്തുക്കളും പണ്ഡിതന്മാരും സമുദായ നേതാക്കളും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം മുന്നേറ്റത്തിന് ശക്തി പകർന്നതിന്റെ ഗുണഫലമാണ് ഇന്നും കേരളത്തിൽ ഈ അഭിമാനകരമായ അന്തരീക്ഷം നിലനിർത്താൻ സാധ്യമായത് എന്നത് ഒട്ടും നമ്മൾ വിസ്മരിച്ചുകൂടാ. ഈ യഥാർത്ഥമായ ഇസ്ലാമികമായ ആശയത്തെ അടിയുറപ്പിച്ചു നിർത്തുവാനും ബിദഅി പ്രസ്ഥാനങ്ങളുടെയും മുസ്ലിം സമുദായത്തെ വിശ്വാസപരമായി വഴിതെറ്റിക്കുന്ന മറ്റു ആശയപ്രചാരകരെയും ഒക്കെ പ്രതിരോധിക്കാൻ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഈ ബിദഅി പ്രസ്ഥാനങ്ങളുമായിട്ട് അകന്നു നിൽക്കുക എന്നുള്ളതാണ്. അവരുമായിട്ട് അമിതമായ സൗഹൃദത്തിലോ ബന്ധത്തിലോ ഏർപ്പെടാത്ത വിധം വിശ്വാസപരമായി വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള അപകടകരമായ ആശയപ്രചാരണം നടത്തുന്നവരാണ് ബിദഅി പ്രസ്ഥാനങ്ങൾ എന്നതുകൊണ്ട് അവരുമായി അകലം പാലിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം നമ്മളെപ്പോലെയുള്ള മതവിജ്ഞാനത്തിൽ പ്രാമാണികമായ അറിവ് നേടിയിട്ടുള്ള ആളുകൾക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന പല കാര്യങ്ങളും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ ഇസ്ലാമിനെ, പരിശുദ്ധമായ ഖുർആനിനെ, ഹദീസിനെ, ഇസ്ലാമിക പ്രമാണങ്ങളെ നമുക്ക് മുമ്പിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇത്തരം കക്ഷികൾ രംഗത്ത് വരുമ്പോ എല്ലാവർക്കും അത് വേർതിരിച്ചറിയാനും അവരുമായിട്ട് സംവാദം നടത്തുവാനും അവരുടെ വാദങ്ങളെ ഖണ്ഡിക്കുവാനും എല്ലാവർക്കും സാധ്യമായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതിന് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, പാരമ്പര്യ പണ്ഡിതന്മാർ ഈ സമുദായത്തെ ഉപദേശിച്ചത് അത്തരം ബിദഅി പ്രസ്ഥാനങ്ങളുമായിട്ട് സമുദായം അകന്നു നിൽക്കണം. ഇങ്ങനെ അകന്നു നിൽക്കണമെന്ന ഈ ഒരു താല്പര്യത്തിന്റെ പിന്നിൽ മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കലല്ല, മുസ്ലിം സമുദായത്തിൽ അനൈക്യത്തിന് പ്രോത്സാഹനം നൽകലല്ല, സമസ്തയുടെ പണ്ഡിതന്മാർ സങ്കുചിതമായ വീക്ഷണം വെച്ച് പുലർത്തലല്ല,
നേരെ മറിച്ച് നമ്മുടെ സ്വന്തം വിശ്വാസവും സംസ്കാരവും നിലനിർത്താൻ, നമ്മുടെ വ്യക്തിത്വം നിലനിർത്താൻ സ്വാഭാവികമായും നാം പഠിച്ചു വളർന്ന ആ പരിശീലന കളരിയിലൂടെ നേടിയെടുത്ത ഇസ്ലാമികമായ വിശ്വാസത്തെയും ആദർശത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് വഴിതെറ്റാൻ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന ജാഗ്രതയുടെ സന്ദേശമാണ്. ഈ ജാഗ്രതയുടെ സന്ദേശം നിലനിർത്തിയത് കൊണ്ട്, അത് ഉൾക്കൊണ്ടതുകൊണ്ട് സ്വാഭാവികമായും ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് ബിദായി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടുവോളം സ്വാധീനം ചെലുത്താനോ അംഗീകാരം നേടാനോ സാധ്യമായിട്ടില്ല. മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കപ്പെടുന്ന ഈ അഭിമാനകരമായ സന്ദർഭത്തിൽ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും അവകാശ സംരക്ഷണത്തിന്റെ രംഗത്തും സമുദായത്തിന്റെ പൊതുവായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളിലും കൃത്യമായിട്ട് ഇടപെടുന്ന, കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന, സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന, എല്ലാ വിഭാഗം ആളുകളും അംഗീകരിക്കുന്ന, എല്ലാ വിഭാഗം ആളുകളുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഈ സമുദായത്തിന്റെ ആധികാരിക പരമോന്നത പരമാധികാര പണ്ഡിത സഭയായിട്ട് അതിന്റെ 100ാം വാർഷികത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബിദായി പ്രസ്ഥാനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ബിദായി പ്രസ്ഥാനങ്ങൾ അവരുടെ ആശയങ്ങൾക്ക് നിരന്തരമായി അത് മാറ്റിപ്പറയേണ്ട ഗതികേടിലേക്ക് വന്നു. ഇവിടെ അത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബിദായി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അവരുടെ സംഘടനക്ക്, അവരുടെ സംഘടനാ നേതൃത്വത്തിന് ആശയപരമായിട്ട് തന്നെ നിരന്തരമായ തിരുത്തലുകൾക്ക് വിധേയമാകേണ്ടി വന്നു. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കാൻ തന്നെ സാഹചര്യം ഒരുങ്ങുന്നത് ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൂർവ്വകാല രൂപമായിട്ടുള്ള ഐക്യസംഘം പോലെയുള്ള സംഘടനകൾ രംഗത്ത് വന്ന പശ്ചാത്തലമാണ്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കൊണ്ട് അവർക്കെതിരെ ശിർക്കും കുഫറും ആരോപിച്ചുകൊണ്ടാണ് ഇവർ രംഗത്ത് വന്നത്. മുസ്ലിം സമുദായം പാരമ്പര്യമായി പൗരാണികമായി നിലനിർത്തി വരുന്ന ആചാരാനുഷ്ഠാന ക്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വിഭാഗം അന്ധവിശ്വാസവും അനാചാരവും നിലനിർത്തുന്നവരാണെന്ന് ദുരാരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ എന്ന പേരിൽ അവർ രംഗത്ത് വന്നത്. അതിനൊക്കെ നിരവധി സംവാദങ്ങളിലൂടെ, ഖണ്ഡന പ്രസംഗങ്ങളിലൂടെ, ബോധവൽക്കരണങ്ങളിലൂടെ, നമ്മുടെ പണ്ഡിതന്മാരുടെ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ അത്തരം ബിദായി പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളുടെ മുനയൊടിക്കാൻ സാധിച്ചു. ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഏറ്റവും ചുരുങ്ങിയത് അവർ കേരളത്തിൽ മാത്രം ഇന്ന് 8 ഗ്രൂപ്പുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 ഗ്രൂപ്പുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമല്ല, ആര് പ്രസിഡന്റും സെക്രട്ടറി ആകണമെന്ന അഭിപ്രായ വ്യത്യാസമല്ല, തൗഹീദ്, യഥാർത്ഥ തൗഹീദ് ഏത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമാണ്. 5 വർഷം കൂടുമ്പോൾ തൗഹീദിന്റെ നിർവചനം പുതുക്കി നിശ്ചയിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആശയപരമായി എത്ര വലിയ പാപ്പരത്വത്തിലേക്കാണ് ആ സംഘടന എത്തിപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജമാഅത്തെ ഇസ്ലാമിയും ഇതേ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്, ഞങ്ങളെ ആരും മൗദൂദികൾ എന്ന് വിളിക്കരുത് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനാണ് അബുലാല മൗദൂദി. അബുലാല മൗദൂദി പതിറ്റാണ്ടുകളോളം തന്റെ തർജുമാനുൽ ഖുർആനിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങളെ സംഘടനാവൽക്കരിച്ചുകൊണ്ട് ഇതിന്റെ സംഘടിത രൂപമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകിയത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ മുഴുവൻ, അവരുടെ സാഹിത്യങ്ങൾ മുഴുവൻ, അവരുടെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വിഷയങ്ങളും അബുലാല മൗദൂദിയുടെ സാഹിത്യങ്ങളാണ്. ഇന്നും IPHന്റെ പുസ്തകശാലയിൽ പോയി നോക്കിയാൽ അവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് അബുലാല മൗദൂദിയുടെ സാഹിത്യങ്ങളാണ്. പക്ഷേ ആ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അമീർ പറയുന്നു, ഞങ്ങളെ നിങ്ങൾ മൗദൂദികൾ എന്ന് വിളിക്കരുത്. അബുലാല മൗദൂദിയുടെ എല്ലാ ആശയങ്ങളോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല, ഇത് മറ്റൊരു സംഘടനയാണ്. എന്താണ് ഇതൊരു സംഘടനക്ക് പറയാൻ സാഹചര്യം ഒരുങ്ങുന്നത്? അവരുടെ സ്ഥാപക നേതാക്കളെ പോലും തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് ആ സംഘടനാ നേതൃത്വം എത്തിപ്പെട്ടതിന്റെ സാഹചര്യം എന്താണ്? ആശയം ഇന്നത്തെ തലമുറക്ക് മുമ്പിൽ, പുതിയ കാലത്തിന് മുമ്പിൽ നിരന്തരമായി ബിദായി പ്രസ്ഥാനങ്ങളുടെ എല്ലാ വൈകല്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ട് പഠനം നടത്തി എല്ലാവർക്കും ബോധ്യമായ കാലത്ത്
അവർക്കവരുടെ സ്ഥാപക നേതാവിനെയോ സ്ഥാപക നേതാവ് കൊണ്ടുവന്ന ആശയത്തെയോ സമുദായത്തിന് മുമ്പിൽ പറയാനും പ്രചരിപ്പിക്കാനും സാധ്യമാകുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഘട്ടമെത്തിയപ്പോഴാണ് സ്വാഭാവികമായും ആശയപരമായി ആദർശപരമായി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാരെ പരാജയപ്പെടുത്താൻ സാധിക്കാത്തൊരു ഘട്ടം വന്നപ്പോഴാണ് അഭിമാനത്തോടുകൂടി 100ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അതിനെങ്ങനെ തകർക്കാൻ സാധിക്കും, അതിലെങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ സാധിക്കും, അതിനെതിരെ എങ്ങനെ ദുഷ്പ്രചാരണങ്ങൾ നടത്താൻ സാധിക്കും, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പൊതുസമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കുക, അതിന്റെ അംഗീകാരവും സ്വീകാര്യതയും തകർത്ത് കളയുക, പുതിയ തലമുറയ്ക്ക് മുമ്പിൽ അതിനെ മോശമായി ചിത്രീകരിക്കുക, അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ള ഈ സ്വീകാര്യതയെ ഘട്ടം ഘട്ടമായി തന്ത്രപരമായി തകർത്ത് കളയുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇവിടെ ശത്രുക്കൾ പല അജണ്ടകളും നിർമ്മിച്ച് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്ന താല്പര്യമുള്ള പല വിഭാഗങ്ങളും ഉണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അത്രക്ക് മേൽക്കോയ്മ വേണ്ട, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിന് അത്ര സ്വീകാര്യത വേണ്ട. സംഗതി 100 വർഷത്തെ പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനിപ്പോഴും പോരായ്മകൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ എന്താണ് വഴി എന്ന കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന പല ആളുകളുമുണ്ട്. ഇവർ പല ദുഷ്പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും അതിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടനാപരമായി എടുക്കുന്ന തീരുമാനങ്ങളെ പോലും ഇവിടെ സമുദായത്തിൽ ഭിന്നതയും അനൈക്യവും സൃഷ്ടിക്കാൻ എന്ന പേരിൽ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സംഘടനാപരമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ അതിനെ കൃത്യമായി പറയാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിക്കണം, അല്ലെങ്കിൽ ഈ തെറ്റിദ്ധാരണയിൽ അകപ്പെടും. നിങ്ങൾ ആലോചിക്കണം, ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ആദരിക്കുന്നവരാണെങ്കിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമസ്തയുടെ അതിന്റെ മുഷാവറ യോഗം തീരുമാനമെടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കുന്നവരാണെങ്കിൽ, ആ പണ്ഡിത സഭയെ മാനിക്കുന്നവരാണെങ്കിൽ, ആ തീരുമാനം അക്ഷരം പ്രതി അനുസരിച്ചതാണ് കേരളത്തിലെ മുസ്ലിം പാരമ്പര്യം. സമസ്തയുടെ പാരമ്പര്യം മാത്രമല്ല, മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യം. ബിദഈ പ്രസ്ഥാനങ്ങൾ പോലും കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ വിഷയങ്ങൾ വരുമ്പോ നമ്മുടെ ആദരണീയരായ സാദാത്തുക്കളും പണ്ഡിതന്മാരും ഒരുമിച്ച് നിൽക്കാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ആ കൊടിക്കീഴിൽ അണിനിരക്കുന്നവരായിരുന്നു ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനങ്ങൾ പോലും. ആ ബിദഈ പ്രസ്ഥാനങ്ങൾ ആശയപരമായി സമസ്തയെ അംഗീകരിച്ചത് കൊണ്ടല്ല. പക്ഷെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഇവിടുത്തെ മഹാഭൂരിപക്ഷത്തിന്റെ അംഗീകാരവും സ്വീകാര്യതയും ഉള്ള ഒരു പണ്ഡിത നേതൃത്വം, അതിന് നേതൃത്വം കൊടുക്കുമ്പോഴാണ്, ആ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുമ്പോഴാണ് ഈ സമുദായത്തിന്റെ സംഘടിത ശക്തിയെ എല്ലാവർക്കും ബോധ്യപ്പെടുത്താൻ സാധിക്കുക എന്ന തിരിച്ചറിവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശരീഅത്ത് വിവാദ കാലത്ത് ആ മഹത്തായ സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്നത്തെ കാര്യദർശിയായിരുന്ന മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. ആ ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ശംസുൽ ഉലമയാണ് എന്ന കാരണത്താൽ ഇവിടുത്തെ ഒരു ബിദഈ പ്രസ്ഥാനക്കാരന് മാറി നിന്നിട്ടില്ല. ഇത് സമസ്ത അതിന്റെ മൈലേജ് അടിച്ചു മാറ്റുമോ? ഇതിന്റെ പേരിൽ സമസ്തക്ക് സ്വീകാര്യത ഉണ്ടാകുമോ? ഇതിന്റെ പേരിൽ ശംസുൽ ഉലമ ഗോളടിക്കുമോ എന്നൊന്നും ചിന്തിച്ചില്ല. കാരണം എന്താണ്? മുസ്ലിം സമുദായത്തിൽ ഏറ്റവും കൂടുതൽ അംഗീകാരവും സ്വീകാര്യതയുമുള്ള ഒരു പ്രസ്ഥാനമാണ്. സമുദായത്തിന്റെ പൊതുകാര്യങ്ങൾക്ക് ആ പ്രസ്ഥാന നേതൃത്വം കൊടുക്കണമെന്ന താല്പര്യമായിരുന്നു. ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പൊ സമുദായത്തിനുണ്ടാകുന്ന ശക്തി എത്രയാണ്? സമുദായത്തിന് ലഭ്യമാകുന്ന അംഗീകാരം എത്രയാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, പാണക്കാട് സാദാത്തുക്കൾ, അതേപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ എന്നിരുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ് പോലെയുള്ള സംവിധാനങ്ങൾ, ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സമുദായത്തിന്റെ ഒരു പൊതു പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അത് സമുദായത്തിന് വലിയ അംഗീകാരവും സ്വീകാര്യതയും ഉണ്ടാകും. മതപരമായ കാര്യങ്ങളാകുമ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾക്ക് സമസ്ത നേതൃത്വം കൊടുക്കും. അതിന്റെ അന്തിമമായ തീർപ്പ് കൽപ്പിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിരിക്കും. ഇവിടെ ബിദഈ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, മതപരമായ പ്രശ്നങ്ങളുള്ള പല സംഘടനകളും, മുസ്ലിം സംഘടനകൾക്കിടയിൽ
MES പോലെയുള്ള സംഘടനകൾക്കിടയിലൊക്കെ പുതിയ പുതിയ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതിൽ ഖണ്ഡിതമായ തീരുമാനമെടുത്തപ്പോ ആ തീരുമാനം മതപരമായ കാര്യം പറയുമ്പോൾ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നത് സ്വീകരിക്കലാണ് കരണീയമായിട്ടുള്ളത് എന്നത് അംഗീകരിക്കാനും സ്വീകരിക്കാനും അല്ലേ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും മുന്നോട്ട് വന്നത്? അതല്ലേ മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യം? പക്ഷെ ഇപ്പോ അങ്ങനെയൊന്നുമല്ല പാരമ്പര്യം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അല്ല ഇവിടെ പാരമ്പര്യം കണക്കാക്കേണ്ടത് എന്ന് പറഞ്ഞ് പുതിയ ചില സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവതരിപ്പിക്കുന്ന ആളുകൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടവരായിരിക്കാം. അവതരിപ്പിക്കപ്പെടുന്ന ആളുകളുടെ പിന്നിൽ ചില തന്ത്രപരമായ നീക്കങ്ങൾ നടക്കുന്നു എന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കണം. ചില നിഷ്കളങ്കരായിരിക്കും ഇത് അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഈ നിഷ്കളങ്കരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതിന് പിന്നിൽ ഇവിടുത്തെ ബിദായി പ്രസ്ഥാനക്കാരുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കേരളത്തിലെ സമൂഹത്തിൽ നേടിയെടുത്തുള്ള ആ വിശ്വാസത്തെയും അംഗീകാരത്തെയും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുബുദ്ധികളുണ്ട് എന്ന് തിരിച്ചറിയണം. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടനാപരമായ കാര്യങ്ങളുടെ പേരിൽ നടപടിക്ക് വിധേയമായ ആളുകളെ, സംഘടന നടപടിയെടുത്ത ആളുകളെ, അത്തരം നടപടിക്ക് വിധേയമായ ആളുകളെ വീണ്ടും തോളിലേറ്റ് നടക്കുന്നത് സമസ്തയെ ബഹുമാനിക്കുന്നതിന് സമാനമാണോ? സമസ്തയെ അപമാനിക്കുന്ന സമാനമാണോ? ഞങ്ങൾ സമസ്തക്കാരാണ്, ഞങ്ങൾ സമസ്തയെ ബഹുമാനിക്കുന്നു, സമസ്തയെ ആദരിക്കുന്നു, സമസ്തയുടെ മഹത്വം പറയുന്ന ആളുകൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തികച്ചും ന്യായമായ കാരണങ്ങളുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളെ തോളിലേറ്റി നടക്കുന്നത് സമസ്തയോടുള്ള ബഹുമാനമല്ല, സമസ്തയെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരം കാര്യങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അത്തരമൊരു സമീപനം സ്വീകരിക്കുകയും പിന്നെ ഞങ്ങൾ സമസ്തയെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല സമസ്തയുടെ പ്രവർത്തകന്മാരും അനുഭാവികളും എന്ന് തിരിച്ചറിയണം. ഇവിടെ കഴിഞ്ഞ 3-3.5 വർഷമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ വളർന്നു പന്തലിച്ച ഒരു വിദ്യാഭ്യാസ സംവിധാനമായ CAC-യുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ ഒരു തീരുമാനമെടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് വളാഞ്ചേരി മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ. അവിടെ സാധാരണ അറബിക് കോളേജ് പ്രവർത്തിച്ചിരുന്നു. ആ അറബിക് കോളേജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ സിലബസ് പരിഷ്കരിച്ചുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികൾ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ അറബിക് കോളേജ് സംവിധാനം ഒന്നുകൂടി മെച്ചപ്പെട്ട രീതി കൈവരിക്കാൻ തീരുമാനിച്ചു. ആ പുതിയ പരിഷ്കരണ സംവിധാനം ആകർഷകമാണ്, പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ ആകർഷിക്കുന്നതാണ്, വിദ്യാഭ്യാസ രംഗത്ത് ഒരു സമന്വയ വിദ്യാഭ്യാസ സംസ്കാരം കൊണ്ടുവരാൻ പറ്റുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ അതിനെ മാതൃകയാക്കാൻ പരിസര പ്രദേശങ്ങളിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല സ്ഥാപന മേധാവികളും താല്പര്യം കാണിച്ചു. ഇങ്ങനെ താല്പര്യം കാണിച്ചപ്പോൾ സ്വാഭാവികമായും ഒരു സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥികളെ ചേർക്കുന്നത് പോലെയല്ല, ഒരു സിസ്റ്റത്തിലേക്ക്, ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നത് പോലെയുള്ള ചില പരസ്യങ്ങൾ ആരംഭിച്ചു. അന്ന് സുപ്രഭാതം പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടില്ല. അന്ന് ചന്ദ്രിക പത്രത്തിലൂടെയായിരുന്നു ഇത്തരം പരസ്യങ്ങളും വാർത്തകളും വന്നിരുന്നത്. വാഫി വഫിയ കോഴ്സുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പരസ്യവാചകത്തിന്റെ ഏറ്റവും മുകളിലത്തെ ക്യാപ്ഷൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗീകരിച്ച സിലബസ് എന്നായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, വാഫി വഫിയ കോഴ്സ് പരിചയപ്പെടുത്തിക്കൊണ്ട് അന്ന് ഈ സംവിധാനം വിദ്യാർത്ഥികളെ കോഴ്സിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പരസ്യവാചകങ്ങളിലൂടെ, ഫ്ലെക്സുകളിലൂടെ, പത്രപരസ്യത്തിലൂടെ എല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെടുമ്പോ ആ പോസ്റ്ററിന്റെ മുകളിലത്തെ ക്യാപ്ഷൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗീകരിച്ച സിലബസ് എന്നായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുഭാവികളോ പ്രവർത്തകരോ ആയിട്ടുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ എന്റെ മകനെ, എന്റെ മകളെ ഒരു നല്ല മാതൃകാ സ്ഥാപനത്തിൽ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അവരുടെ കണ്ണിൽ ഈ പരസ്യവാചകം കണ്ടാൽ അവരെന്ത് തീരുമാനിക്കും? അവർക്കൊന്നും ചിന്തിക്കാനില്ല. കാരണം എന്താണ്? അത് സമസ്തയുടെ മുഷാവറ അംഗീകരിച്ച സിലബസ് ആണ്. ഇനി ഒന്നും നോക്കാനില്ല. എന്റെ മകനെ, എന്റെ മകളെ അവിടെ കൊണ്ടുപോയി ചേർത്താൽ സുരക്ഷിതമാണ്,
യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ സംസ്കാരം, യഥാർത്ഥ വിദ്യാഭ്യാസം, ആദർശപരമായിട്ടൊന്നും വഴിതെറ്റാൻ അവസരം കൊടുക്കാത്ത വിധം ഭദ്രമായ സുരക്ഷിതമായ വിദ്യാഭ്യാസം കിട്ടും. ഇതല്ലേ രക്ഷിതാക്കൾ തിരിച്ചറിയുക? സംഭാവന പിരിക്കുന്നിടത്തും ഇതല്ലേ പറയുക? ആ കെട്ടിടം നിർമ്മിക്കാൻ ഭൂമി വേണമെന്ന് പറയുന്നിടത്തും ഇതല്ലേ മനസ്സിലാക്കുക? ആ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ സംഭാവന വേണമെന്ന് പറയുന്നിടത്ത് ഇതല്ലേ ആളുകൾ തിരിച്ചറിയുക? കുട്ടികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ ക്ലാസ് റൂമുകൾ ഉണ്ടാക്കണം, പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഇതല്ലേ സാമ്പത്തിക ശേഷിയുള്ള ഉദാര മനസ്കർ തിരിച്ചറിയുക? ആ സംവിധാനം വളർന്നു പന്തലിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മേൽവിലാസത്തിൽ സമസ്തയുടെ ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്ന രീതിയിൽ ആ സ്ഥാപനം വളർന്നു പന്തലിക്കുന്നു. ആ സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനങ്ങളിൽ, ഉദ്ഘാടന സമ്മേളനങ്ങളിൽ അവിടെ എന്ത് ശ്രദ്ധേയമായ പരിപാടികൾ ഉണ്ടാകുമ്പോഴും അവിടെ എല്ലാം പങ്കെടുക്കുന്ന ആരാണ്? പാണക്കാട് സാദാത്യങ്ങൾ ഉണ്ടാകും, സമസ്തയുടെ ആലിമീങ്ങൾ ഉണ്ടാകും, സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഉണ്ടാകും. ആർക്കും സംശയമില്ല, ഇത് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സംവിധാനം. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ സംവിധാനം വളർന്നു പന്തലിച്ച് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി ഉൾപ്പെടെ ചില ആളുകൾ തന്ത്രപരമായി മുതിർന്ന നേതാക്കളോ ഉസ്താദുമാരോ സമസ്തയുടെ ആലിമീങ്ങളോ ഒന്നും അറിയാതെ ഈ പറയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ആ സംവിധാനത്തിൽ ഇടപെടാനോ ഒരു ഉപദേശം കൊടുക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത വിധം സമസ്തയുടെ എല്ലാ നിയന്ത്രണാധികാരങ്ങളും തന്ത്രപരമായി അതിന്റെ ഭരണഘടനയിൽ നിന്ന് വെട്ടിമാറ്റി ഒരു സ്വതന്ത്ര സംവിധാനമായിട്ട് തീരുമാനിച്ചു. ഇത് ന്യായമാണോ? ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനെ സ്ഥാപന നടത്തിപ്പുകാരെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ? അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതിന് തിരുത്തൽ നടപടികൾ വേണ്ടേ? ഈ സമുദായം മൊത്തം സമസ്തയുടെ സംവിധാനമാണെന്ന് വിശ്വസിച്ച് ഭൂമി കൊടുത്ത്, കെട്ടിടം നിർമ്മിച്ച്, വിദ്യാർത്ഥികളെ ചേർത്ത്, രക്ഷിതാക്കൾ സംഭാവന കൊടുത്ത് എല്ലാ അർത്ഥത്തിലും വളർന്ന് വികസിച്ച ഒരു സംവിധാനം സ്വയം പര്യാപ്തതയോടുകൂടി പോകുന്നു എന്നൊരു ഘട്ടം വരുമ്പോ തന്റെ ഈ നിയന്ത്രണാധികാരമുള്ള സമസ്ത കേരള ജംഇയ്യത്തുലമയെ അതിന്റെ മാതൃസംഘടനയുടെ എല്ലാ അവകാശാധികാരങ്ങളും തന്ത്രപരമായി രഹസ്യമായി വെട്ടിമാറ്റുന്ന വിധം ഭരണഘടന ഭേദഗതി ചെയ്യുന്നു. സ്വാഭാവികമായി ഇത് ചോദ്യം ചെയ്യപ്പെടും. സംഘടനാപരമായി പരാതികൾ വരുന്നു, ചർച്ച നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ ഭാഗികമായി സമസ്ത കേരള ജംഇയ്യത്തുലമ എടുത്തു. സമസ്ത ഒരു സംഘടനയാണെങ്കിൽ ഈ തീരുമാനമെടുക്കേണ്ടേ? സമസ്തക്കൊരു ഉത്തരവാദിത്തമുള്ള ഒരു നേതൃത്വമുണ്ടെങ്കിൽ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ ബാധ്യതയില്ലേ? പക്ഷെ തീരുമാനം ഭാഗികമായിട്ട് സമുദായത്തോട് പറഞ്ഞപ്പോ ഈ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നയാൾ സമസ്ത ആരോപിച്ചതല്ല, ആ വ്യക്തി തന്നെ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഇതൊരു സ്വതന്ത്ര സംവിധാനമാണ്, ഇവിടെ സമസ്തക്ക് റോളില്ല, ഇത് സ്വന്തം എൻറ്റിറ്റിയാണ്. സമസ്ത ആരോപിച്ചതല്ല, ഇതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി തന്നെ പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിൽ പരം എന്ത് തെളിവ് വേണം? ഇങ്ങനെ സംഭവിച്ചപ്പോ സമസ്ത കേരള ജംഇയ്യത്തുലമ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സംവിധാനവുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചു. സമസ്ത അത്തരം ഒരു തീരുമാനം പ്രഖ്യാപിച്ചപ്പോഴേക്ക് നിലവിൽ 150-ലധികം അഫിലിയേറ്റഡ് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നിടത്ത് അത് കേവലം 54 ചുരുങ്ങി. എന്താ കാരണം? സമസ്ത കേരള ജംഇയ്യത്തുലമ ഫീസ് ഊരിയപ്പോഴേക്ക് 100ഓളം സ്ഥാപനങ്ങൾ ഇനി ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പിൻവാങ്ങി. ഇപ്പോൾ അതിന്റെ കൂടെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥാപനങ്ങളിൽ പലതിന്റെയും അവസ്ഥ എന്താണ്? 2-3 വർഷങ്ങളായിട്ട് പലരും പുതിയ അഡ്മിഷൻ എടുത്തിട്ടില്ല. നിലവിലുള്ള ഈ ബാച്ച് അവസാനിക്കട്ടെ, എന്നിട്ട് വേണം ഈ ചെമ്പിറക്കി വെക്കാൻ. ഇതാണ് പലരും തീരുമാനിച്ചത്. പല ആളുകളും അവിടെ പുതിയ അഡ്മിഷൻ എടുക്കുന്നില്ല. എന്താണ് കാരണം? സമസ്ത കേരള ജംഇയ്യത്തുലമയെ ശരിക്കും കബളിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു സംവിധാനം, ആ സംവിധാനത്തെ കൂട്ടിപ്പിടിക്കാൻ, തെറ്റുകൾ തിരുത്തി സമസ്തയുടെ ഭാഗമായിട്ട് മാറാൻ നിരന്തരമായ ചർച്ചകൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുലമ മുന്നോട്ട് വന്നു. ആ ചർച്ചകൾക്ക് ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? സമസ്തയുടെ ആലിമീങ്ങൾ, പാണക്കാട് സാദാത്യങ്ങൾ, മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ. ഇതിനേക്കാൾ വലിയൊരു മധ്യസ്ഥന്മാർ കേരളത്തിൽ കിട്ടാനില്ലല്ലോ. 3 വർഷക്കാലമാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ചർച്ച നടന്നത്.
സമസ്തക്ക് ഏതെങ്കിലും വിദ്യാഭ്യാസ സംവിധാനത്തോട് അസൂയാണെങ്കിൽ ഒറ്റയടിക്ക് തീരുമാനം പ്രഖ്യാപിക്കാമായിരുന്നു. ആരോടെങ്കിലുള്ള വ്യക്തിവിരോധമോ വിദ്വേഷമോ പ്രകടിപ്പിക്കാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കാമായിരുന്നു. സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ക്ഷമയോടുകൂടി പലപ്പോഴും അപമാനിക്കപ്പെട്ടു. സമസ്തയുടെ മഹാന്മാരായ ഉസ്താദുമാർക്ക് നേരെ പെൺകുട്ടികൾ വിരൽ ചൂണ്ടിക്കൊണ്ട് ക്യാമ്പസുകളിൽ കാണുന്നത് പോലെ വൃത്തികെട്ട തെറിയഭിഷേകം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇത്തരം ആളുകളുടെ ആശീർവാദത്തോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സമസ്തയെ അപകീർത്തിപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവിടെയും ഉസ്താദുമാർ ക്ഷമിച്ചു, സഹിച്ചു. ഇതൊക്കെ നമുക്ക് സമാധാനത്തോടുകൂടി ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിച്ച് ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമാധാനപരമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് വളരണം. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് രമ്യമായി പരിഹാരം കാണാൻ വേണ്ടി മധ്യസ്ഥന്മാർ ശ്രമിച്ചു. അങ്ങനെ CAC പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു 9 പ്രശ്ന പരിഹാര വ്യവസ്ഥയുണ്ടാക്കി. ആരാണ് വ്യവസ്ഥ ഉണ്ടാക്കുന്നത്? സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സമസ്തയുടെ മറ്റു പണ്ഡിതന്മാർ ഇവരൊക്കെ ഒരുമിച്ചിരുന്ന് CAC പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി 9 പ്രശ്ന പരിഹാര വ്യവസ്ഥയുണ്ടാക്കുന്നു. ആ വ്യവസ്ഥയുണ്ടാക്കി 2-3 തവണ യോഗങ്ങൾ ചേർന്നുകൊണ്ട് ആ വ്യവസ്ഥ ഫൈനൽ ചെയ്തതിന് ശേഷം അവർ തീരുമാനിച്ചു, ഈ വ്യവസ്ഥ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിക്കണം, ഈ വ്യവസ്ഥ CACയുടെ സെനറ്റ് അംഗീകരിക്കണം. ഈ 2 ബോഡിയും അംഗീകരിച്ചു കഴിഞ്ഞാൽ, അതിന്റെ കോപ്പികൾ പരസ്പരം മധ്യസ്ഥന്മാർക്ക് കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ CAC പ്രശ്നം രമ്യമായി പരിഹരിച്ചു. സമസ്ത അംഗീകരിക്കുന്ന, പാണക്കാട് സാദാത്യങ്ങൾ അംഗീകരിക്കുന്ന, സമുദായ നേതാക്കളെ ബഹുമാനിക്കുന്ന, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഒരനൈക്യത്തിനും പഴുതില്ലാത്ത വിധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ സംവിധാനമായി പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകാം, സമസ്തയുടെ ആശീർവാദത്തോടുകൂടി മുന്നോട്ട് പോകാം തീരുമാനിച്ചു. എല്ലാവരും വളരെ സന്തുഷ്ടരായി. കാരണം മധ്യസ്ഥന്മാരാരാണ്? ഇവര് പറഞ്ഞാൽ കേൾക്കില്ല എന്ന് ആരും ആശങ്കപ്പെടുന്നില്ലല്ലോ. സമസ്തയുടെ മുഷാവറ യോഗത്തിൽ ഈ 9 പ്രശ്നപരിഹാര വ്യവസ്ഥ വായിച്ചു കേൾപ്പിച്ചു. ആരും ഒരു എതിരഭിപ്രായം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇവരൊക്കെ എഴുതി ഉണ്ടാക്കിയ പ്രശ്നപരിഹാര വ്യവസ്ഥ നമുക്കത് ചർച്ച പോലും ചെയ്യേണ്ട ആവശ്യമില്ല. സമസ്ത മുഷാവറ ഐക്യകണ്ഠേന ആ 9 പ്രശ്നപരിഹാര വ്യവസ്ഥ അംഗീകരിച്ചു. പിന്നീട് വേണ്ടത് എന്താണ്? അത് CACയുടെ സെനറ്റ് വായിച്ച് അംഗീകരിക്കണം. അവിടെ യോഗം വിളിച്ചു, അവരും ഇത് അംഗീകരിച്ചു എന്ന് പത്രത്തിൽ വാർത്ത വന്നു. അപ്പൊ എല്ലാവരും ആശ്വസിച്ചു, പ്രശ്നങ്ങൾ പരിഹരിച്ചു. സമസ്ത CAC പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മധ്യസ്ഥന്മാർ ഉണ്ടാക്കിയിട്ടുള്ള 9 വ്യവസ്ഥ സമസ്തയുടെ മുഷാവർ അംഗീകരിച്ചു, അത് പത്രത്തിൽ വരുന്നു. CAC അംഗീകരിച്ചു, അത് പത്രത്തിൽ വരുന്നു. പ്രശ്നം രമ്യമായി പരിഹരിച്ചു. ഇനി കോപ്പികൾ കൈമാറണം. CAC 9 പ്രശ്നപരിഹാര വ്യവസ്ഥ അവരുടെ സെനറ്റ് യോഗം ചേർന്ന് അംഗീകരിച്ചതിന്റെ മിനിറ്റ്സ് രേഖ മുഷാവറക്ക് കൈമാറണം. മുഷാവറക്ക് കത്ത് ലഭിച്ചു. നമ്മുടെ ഉസ്താദുമാർ എത്രത്തോളം നിഷ്കളങ്കരാണ്! അവർ ഈ സന്തോഷ വാർത്ത ബാംഗ്ലൂർ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നിങ്ങൾ ആലോചിക്കണം, അവരുടെ സെനറ്റ് യോഗത്തിൽ ഇത് തീരുമാനിച്ചിട്ടുണ്ട്. ആ കത്ത് വൈകാതെ നമുക്ക് ലഭിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിൽ സമസ്തയുടെ 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം നടക്കാൻ വേണ്ടി എല്ലാ സമസ്തയുടെ നേതാക്കളും വരുന്നത് കൊണ്ട് അന്ന് നമുക്ക് അവിടെ മുഷാവറ യോഗം ചേരാം. എന്നിട്ട് ആ മുഷാവറ യോഗത്തിൽ ഈ കത്ത് സ്വീകരിച്ച് അത് ചർച്ച ചെയ്ത് അതിന് അംഗീകാരം കൊടുത്ത് ഈ പ്രശ്നം ഇതാ പരിഹരിച്ചിരിക്കുന്നു എന്ന് ലോകത്തറിയിക്കാൻ ഇത്രയും സുവർണാവസരം എന്ന രീതിയിലാണ് ബാംഗ്ലൂർ സമ്മേളനത്തിൽ അത് പ്രഖ്യാപിക്കാൻ ഒരുങ്ങി മുഷാവറ യോഗം വിളിച്ചു. ബാംഗ്ലൂരിൽ മുഷാവറ യോഗം ചേർന്നു. ആ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് മുഷാവറ യോഗം ചേർന്നപ്പോ CAC അയച്ച കത്ത് ആ യോഗത്തിൽ വായിച്ചു. ആ യോഗത്തിൽ കത്ത് വായിച്ചപ്പോഴാണ് 9 പ്രശ്നപരിഹാര വ്യവസ്ഥയാണ് മധ്യസ്ഥന്മാർ എഴുതിയിരുന്നത്. CAC കൊടുത്തയച്ച കത്തിൽ 9 വ്യവസ്ഥകളില്ല, 7 വരെ നമ്പർ ഇട്ടുകൊണ്ട് 7 വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 7 വാചകങ്ങളുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, 7 വാചകങ്ങളും മധ്യസ്ഥന്മാർ എന്താണ് എഴുതി വെച്ചത് അതിന് നേർ വിപരീതമായിട്ടാണ് അവർ എഴുതി അയച്ചത്. ഇതിന് മലയാളത്തിൽ വഞ്ചന എന്ന് പറയാൻ പാടുണ്ടോ? ഇതിന് മലയാളത്തിൽ നമ്മുടെ ഉസ്താദുമാരെ കബളിപ്പിച്ചു എന്ന് പറയാൻ പാടുണ്ടോ? സമസ്ത കേരള ജംഇയ്യത്തുലമ ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോടും വിദ്വേഷമോ വെറുപ്പോ അസൂയ ഉണ്ടാക്കുന്നതല്ല.
സമസ്ത കേരള ജംഇയ്യത്തുൽ മേൽവിലാസത്തിൽ ജനിച്ചു വളർന്ന് തഴച്ചു വളർന്ന ഒരു സംവിധാനമായിട്ട് മാറി. വളരെ തന്ത്രപരമായിട്ട് സമസ്തക്കൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ആ സംവിധാനത്തെ പറിച്ചു നടാൻ ശ്രമിച്ചപ്പോ കയ്യോടെ പിടികൂടി നമ്മുടെ നേതാക്കന്മാരുടെയും സമുദായ നേതാക്കന്മാരുടെയും സാദാത്യങ്ങളുടെ ഒക്കെ നിയന്ത്രണത്തോടുകൂടി കൊണ്ടുവന്ന് ഇത് സമസ്തയുടെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ഭദ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്ന താല്പര്യത്തിനു വേണ്ടി നിരന്തരമായ ചർച്ചകളുടെ പ്രശ്ന പരിഹാരത്തിനു വേണ്ടി ശ്രമിച്ചു. അവസാനം സമസ്തയുടെ പണ്ഡിതന്മാരെ മാത്രമല്ല, പാണക്കാട് സാദാത്യങ്ങളെ മാത്രമല്ല, ഈ മധ്യസ്ഥന്മാരെ മുഴുവൻ വഞ്ചിക്കുന്ന കബളിപ്പിക്കുന്ന സമീപനമാണ് ഇവര് സ്വീകരിച്ചത്. എന്നിട്ട് സമസ്ത പിന്മാറിയോ? സമസ്തയുടെ ഉസ്താദുമാർ നിഷ്കളങ്കർ പാവങ്ങൾ അപ്പോഴും പറഞ്ഞു, എന്നാലും നമുക്ക് ഒന്നുകൂടെ ഇതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താം. നമ്മളെപ്പോലെ കുറച്ച് വൈകാരികമായിട്ട് ചിന്തിക്കുന്നവർ പോയി പണി നോക്കാൻ പറയും. പക്ഷേ ഉസ്താദുമാർ പാവങ്ങൾ അവർ പറഞ്ഞു, അതൊരു പക്ഷേ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും എന്നാലും നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ട് നല്ല രീതിയിൽ പരിഹരിക്കാം. കാരണം ഇത് നമ്മുടെ സമുദായത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും സാദാത്തുക്കളും ഉസ്താദുമാരൊക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സംവിധാനമല്ലേ. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ നല്ല രീതിയിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ വീണ്ടും അത് സംബന്ധമായിട്ട് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒരുമിച്ചിരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മുടെ ഉസ്താദുമാർ മധ്യസ്ഥന്മാരൊക്കെ കൂടിയിട്ട് ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിലേക്ക് 4 മണിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി ഉസ്താദുമാരെ കോഴിക്കോട്ടേക്ക് തിരിച്ചു. 4 മണിക്കാണ് യോഗം. സമസ്തയുടെ ഉസ്താദുമാർ സമസ്തയുടെ ഓഫീസിൽ വന്ന് അവിടുന്ന് അസർ ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് ഈ ചർച്ച നടക്കുന്ന ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി വന്നു. 4 മണിക്കാണ് മീറ്റിംഗ്. 4 മണിക്ക് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് 2:30 മണിയായപ്പോഴേക്ക്, ഉച്ചക്ക് 2:30 മണിയായപ്പോഴേക്ക് ഏകപക്ഷീയമായിട്ട് CACയുടെ പുതിയ കമ്മിറ്റി പ്രഖ്യാപിച്ചു. ഇവരംഗത്ത് വന്നു. പ്രശ്നപരിഹാരത്തിന് 100-ൽ 1% മനസ്സിൽ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഏതായാലും ഒന്നും കൂടി ഒരു ചർച്ച നടക്കാനുണ്ടല്ലോ. ആ ചർച്ച 4 മണിക്ക് തുടങ്ങിയാൽ ഒരു 6 മണിയോട് തീരും. 6 മണിക്ക് ശേഷം നമുക്ക് യോജിക്കാത്ത തീരുമാനമാണെങ്കിൽ അപ്പ കമ്മിറ്റി പുറത്തുവിടാമെന്നെങ്കിലും വാശിയുള്ള ആളുകളാണെങ്കിലും അങ്ങനെ തീരുമാനിക്കാം. പക്ഷേ ആ ചർച്ച പൊളിക്കണം എന്നായിരുന്നു താല്പര്യം. ഇത് സമസ്ത ഇതിൽ കുറ്റമാണോ? സമസ്ത ഇതിൽ കുറ്റക്കാരാണോ? ഇതുമായി ബന്ധപ്പെട്ട നാൾ വഴികൾ ഏതെടുത്ത് പരിശോധിച്ച് നോക്കിയാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിട്ടുവീഴ്ചയോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അവസാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറ യോഗം ചേർന്നിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു ഫൈനൽ പ്രഖ്യാപനം നടത്തി. ഈ CAC സംവിധാനവുമായിട്ട്, ഈ വഫിയ സംവിധാനവുമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കോ അതിന്റെ പോഷകഘടകങ്ങൾക്കോ ഒരു ബന്ധവുമില്ല. ഇത് സമസ്ത തീരുമാനിക്കേണ്ടതല്ലേ? സമസ്തക്ക് ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ? സമസ്ത നേതൃത്വം ഇതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ? ഇനി സമസ്തയുടെ കൂടെ നിൽക്കുന്നവരാവണ്ട, ന്യായാന്യായങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സാമാന്യ ബോധമുള്ള ആളുകൾക്ക് ഈ കാര്യത്തിൽ സമസ്തയെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? മാത്രമല്ല, ഇതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും പിന്തുണക്കാനും പണം കൊടുക്കാനും അവരെ പൊക്കിപ്പിടിച്ച് നടക്കാനും സമസ്തയെ ബഹുമാനിക്കുന്നവരോ അനുഭാവികളോ ആവണ്ട, സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന സദാചാര ബോധമുള്ള ഒരു സാധാരണ മനുഷ്യന് സാധിക്കുമോ? പക്ഷെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദയനീയമായ കാര്യം. അതൊക്കെ നമ്മൾ തിരിച്ചറിയുക എന്ന് മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. അത്തരം ആളുകൾക്ക് തിരിച്ചറിയാം, നമ്മളും അവരൊക്കെ നാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ, അവസരങ്ങൾ ലഭ്യമാകും. അല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ ഒരു തീരുമാനമെടുത്ത് ആ മുഷാവറയുടെ തീരുമാനം അക്ഷരം പ്രതി അനുസരിച്ച് പോയതിന്റെ പേരിൽ ആരെങ്കിലും ഇവിടെ പൗരത്വം നിഷേധിക്കാം എന്നൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എല്ലാവർക്കും അവസരമുണ്ടാകും എന്ന് മാത്രമേ അത് സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്തരം കാര്യങ്ങളിൽ വളരെ സത്യസന്ധമായി, വളരെ ന്യായമായി, വളരെ സുതാര്യമായി, ആർക്ക് മുമ്പിലും ഒന്നും മറച്ചു വെക്കാനില്ലാതെ ഇത്തരം കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരാളെ മാറ്റി നിർത്തിയാൽ പിന്നെ അയാളെ എങ്ങനെ വേദി കയറ്റാൻ പറ്റും എന്നതിനാണ് പലരും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സമസ്തയെ ബഹുമാനിക്കുന്നവർ ചെയ്യുന്നതാണോ? സമസ്ത അനുയായികൾ ചെയ്യുന്നതാണോ? അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്തയുടെമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പുതിയ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി ഇവിടെ വിഭാഗീയതയുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി, ഇവിടെ കുളങ്കലക്ക് മീൻ പിടിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ തിരിച്ചറിയാൻ നമ്മൾ സന്നദ്ധമാകണം എന്നാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് നമ്മുടെ സമുദായം പോകുന്നത്.
ഈ സാമൂഹ്യ സാഹചര്യത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ഇതിനു വേണ്ടി നമ്മുടെ ഊർജവും സമയവും ചെലവഴിക്കേണ്ട സന്ദർഭത്തിലല്ല നമ്മുടെ സമുദായം പോകുന്നത്. പക്ഷേ ബോധപൂർവം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെയുള്ളൊരു മഹത്തായ പ്രസ്ഥാനത്തെ തകർക്കാൻ, അതിനെ ഇകഴ്ത്തി കാണിക്കാൻ, പൊതുജനമധ്യേ അതിനെ മോശമായി ചിത്രീകരിക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ പണ്ഡിതന്മാർ, അതിന്റെ നേതാക്കൾ ഒരിക്കലും അതിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വഴുതി മാറിയിട്ടില്ല. അതിന്റെ പാരമ്പര്യത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച, ഞാൻ ഈ പറഞ്ഞ CAC-യുമായി ബന്ധപ്പെട്ട വിഷയം സത്യസന്ധമായി സുതാര്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൈകാര്യം ചെയ്തപ്പോ സ്വാഭാവികമായും മറുഭാഗം വഞ്ചനാപരമായ കബളിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചപ്പോ ഇതാണ് യാഥാർത്ഥ്യമെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് സ്വീകാര്യത നഷ്ടപ്പെടും. അപ്പൊ ഇത് ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് സാമൂഹ്യ മാധ്യമങ്ങളും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ചിത്രം പ്രദർശിപ്പിച്ചു. എന്താണ് ചിത്രം? ഇവിടെ CAC സമസ്തയും തമ്മിലല്ല പ്രശ്നം, ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലാണ് പ്രശ്നം. ഇതാണ് വ്യാഖ്യാനം. എന്നിട്ട് ഈ സ്ഥാപനത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്ന വിദ്യാർത്ഥികൾ നമ്മുടെ സാധാരണക്കാരായ മഹല്ല് ഭാരവാഹികളെ, മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളെ, നാട്ടിലെ പൗരപ്രമുഖരെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്തുകൊണ്ട് നിരന്തരമായി സമസ്തക്കെതിരെ, സമസ്ത നേതാക്കൾക്കെതിരെ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിരന്തരമായ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ സാധുക്കളായ നിഷ്കളങ്കരായ നാട്ടിലെ പല പൗരപ്രമുഖരും സമുദായ നേതാക്കളും ഒക്കെ ചിന്തിക്കുകയാണ്, സമസ്തന്റെ പോക്ക് ശരിയല്ല. സമസ്തന്റെ പോക്കിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. സമസ്ത അതിന്റെ പൂർവിക പാരമ്പര്യത്തിലൂടെ തന്നെ മുന്നോട്ട് പോവാണ്. സമസ്തക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സംവിധാനം, ആ സംവിധാനം സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങളെ അതിലംഘിച്ചുകൊണ്ട് വഞ്ചനാപരമായ ഒരു സമീപനം സ്വീകരിച്ചപ്പോ ഒരു സംഘടനാ നടപടി എന്ന രീതിയിൽ സമസ്ത 3.5 വർഷത്തെ നിരന്തരമായ ചർച്ചകൾക്ക് ശേഷം, കാത്തിരിപ്പിന് ശേഷം അന്തിമമായ ഒരു തീരുമാനമെടുത്തു. ഇത് സംഘടനാപരമായ ഒരു നടപടിക്രമമാണ്, പ്രാഥമികമായ സംഘടനാ പ്രവർത്തനം അറിയുന്ന ആർക്കും ഉൾക്കൊള്ളാവുന്ന കാര്യമാണ്. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യമെന്ന് നമ്മൾ സമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല കള്ളികളും വിളിച്ചതാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ യാഥാർത്ഥ്യത്തെ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല പ്രശ്നം. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം രാഷ്ട്രീയമാണ്. ഇവിടുത്തെ പ്രശ്നം രാഷ്ട്രീയമാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഒരു വിഭാഗം ഇതാ മുസ്ലിം ലീഗിനെ തിരിഞ്ഞിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള കള്ളക്കഥകൾ മെനഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യമല്ല. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ മുസ്ലിം സമുദായത്തിൽ രാഷ്ട്രീയ രംഗത്താണെങ്കിലും മതരംഗത്താണെങ്കിലും ഭിന്നിപ്പുണ്ടാക്കുന്ന, സംഘടനയുടെ അച്ചടക്കം ലംഘിക്കുന്ന പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു നേതൃത്വമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയനിലപാടുകളും ആശയങ്ങളും വിശദീകരിക്കപ്പെടുന്ന സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. അത്തരം തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. തുറന്ന മനസ്സോടുകൂടി ഇത് ചിന്തിക്കാനും അന്വേഷിക്കാനും തയ്യാറാവണമെന്നാണ് പറയുന്നത്. ഇനി ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഈ ആരോപിക്കപ്പെടുന്ന കാര്യം എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം ലീഗിന് പ്രയാസമുണ്ടാക്കുന്ന ചില നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് ആരോപണം. ആരോപണം വാദത്തിനു വേണ്ടി സമ്മതിച്ചാൽ മുസ്ലിം ലീഗിന് പ്രയാസകരമുണ്ടാക്കുന്ന ഒരു സമീപനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ സമസ്തക്ക് അതുകൊണ്ട് എന്താ ലാഭം? സമസ്തക്ക് അതുകൊണ്ട് എന്താണ് ലാഭം? സമസ്തക്ക് ലാഭമില്ലെന്ന് മാത്രമല്ല, സമസ്തക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ഇനി സമസ്തക്ക് പ്രയാസകരമുണ്ടാക്കുന്ന ചില നിലപാടുകൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് അതുകൊണ്ട് എന്താണ് ലാഭം? മുസ്ലിം ലീഗിന് ലാഭമില്ലെന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന് പ്രയാസം സൃഷ്ടിക്കും. കാരണം മതരംഗത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം ലീഗിനെയും സ്വീകരിക്കുന്ന, ഉൾക്കൊള്ളുന്ന വലിയൊരു ജനവിഭാഗം നമ്മുടെ മലബാറിലുണ്ട്. അപ്പൊ സ്വാഭാവികമായും പരസ്പരം വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കഴിഞ്ഞകാല പാരമ്പര്യത്തെ നിലനിർത്താനും സംരക്ഷിക്കാനുമാണ് ഇരു വിഭാഗവും തയ്യാറാവേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ
മുസ്ലിം ലീഗിന്റെ പ്ലാറ്റ്ഫോമിൽ എല്ലാ മത സംഘടനകളിൽപ്പെട്ട ആളുകളും മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അല്ലാത്ത ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരെ സ്വീകരിക്കാം, എതിർക്കുന്നവരെ വിമർശിക്കാം. അത് അതിന്റെ രാഷ്ട്രീയമാണ്. അതിന് സമസ്ത കേരള ജമിയത്തിനും ഇടപെടേണ്ടതില്ല. അവരേത് മുന്നണിയിൽ ചേരുന്നു, അവരേത് രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്നു, അവരെന്ത് നിലപാടുകൾ സ്വീകരിക്കുന്നു, ഇത് സമസ്ത ഇടപെടേണ്ട വിഷയമല്ല. കാരണം എന്താണ്? അത് രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് അതിന്റെ പ്ലാറ്റ്ഫോമിൽ അതിന്റെ സ്വതന്ത്രമായ സ്വഭാവത്തോട് മുന്നോട്ട് പോകാം. സമസ്ത കേരള ജമിയത്തുലമ അതിൽ ഇടപെടേണ്ടതില്ല, ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഗുണവുമില്ല. സമസ്ത കേരള ജമിയത്തുലമയോ അത് മതപരമായ കാര്യത്തിൽ സംഘടിച്ചൊരു സംവിധാനമാണ്. ആ സംവിധാനം എതിർക്കുന്ന ബിദഈ പ്രസ്ഥാനങ്ങളുണ്ട്, ആ സംവിധാനം വിമർശിക്കുന്ന സംഘടനകളുണ്ട്, ആശയങ്ങളുണ്ട്. അത് സമസ്ത കേരള ജമിയത്തുലമ ഒരു മതസംഘടന എന്ന നിലയിൽ അതിന്റെ ആശയാദർശങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആശയാദർശങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളെ പ്രതിരോധിക്കാനും നിയമവിധേയമായ ബോധവൽക്കരണങ്ങൾ നടത്താനും ആശയപ്രചാരണങ്ങൾ നടത്താനും മുന്നോട്ട് പോകുന്ന സംവിധാനമാണ്. അതിനെ മുസ്ലിം ലീഗ് പ്രയാസപ്പെടേണ്ട കാര്യമില്ല, മുസ്ലിം ലീഗിന് എതിർക്കേണ്ട കാര്യമില്ല, എതിർത്തിട്ടുമില്ല. അപ്പൊ രണ്ടിന്റെയും രണ്ട് പ്രവർത്തന പാതയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നതാണ് സത്യം. എന്നാൽ സമസ്ത കേരള ജമിയത്തുലമയിൽ ഈ മുജാഹിദ് വിഭാഗത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ സമസ്തയുടെ എതിർ വിഭാഗമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് മുജാഹിദുകാർക്ക് മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് സമസ്തക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം അത് ആ മാനദണ്ഡത്തിൽ രൂപീകരിക്കപ്പെട്ട സംവിധാനമല്ല. സമസ്ത കേരള ജമിയത്തുലമയിൽ മഹാഭൂരിപക്ഷവും മലബാറിലൊക്കെ മുസ്ലിം ലീഗുകാരാണ്. എന്നാൽ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കാത്തവർ സമസ്ത കേരള ജമിയത്തുലമയിലുണ്ട്. മതവിരുദ്ധമല്ലാത്ത മറ്റേത് രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കാൻ സമസ്തയിൽ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ രാഷ്ട്രീയമായിട്ടും പ്രയാസപ്പെടേണ്ടതില്ല. ഇങ്ങനെയല്ലേ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയത്? ഇന്നും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇതല്ലേ യാഥാർത്ഥ്യം? ഈ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതിന് പകരം ഇവിടെ CIC-യുമായി ബന്ധപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ കണിശമായ ചില തീരുമാനങ്ങൾ എടുത്തപ്പോ ആ തീരുമാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ വെളിച്ചത്തു വരുമെന്ന് ഭയന്ന് ഇതല്ല യഥാർത്ഥ പ്രശ്നം, ഇവിടെ സമസ്തയും മുസ്ലിം ലീഗുമാണ് പ്രശ്നമെന്ന് ഈ വാഫി സംവിധാനത്തിന്റെ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനും നിങ്ങളിൽ പലപ്പെട്ട ആളുകളെയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചേർത്തുകൊണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുമ്പോൾ അത് അപ്പടി വിഴുങ്ങാൻ മാത്രം ബുദ്ധിശൂന്യരായിട്ട് ആരും മാറരുത് എന്നാണ് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത്. ഇതല്ല യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള രീതിയിലേക്ക് നമ്മുടെ സമുദായം മുന്നോട്ട് പോയാൽ മഹല്ലുകളിൽ പ്രശ്നമുണ്ടാകും, മദ്രസയിൽ പ്രശ്നമുണ്ടാകും, സമൂഹത്തിൽ പ്രശ്നമുണ്ടാകും. അത് പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കഴിഞ്ഞകാല പാരമ്പര്യം, ആ പാരമ്പര്യം പരസ്പരം നമ്മുടെ വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. പിന്നെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ആരെങ്കിലും നിവേദനം കൊടുക്കാൻ പോയി, അത് CPM-ന്റെ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് സമസ്തക്കാർ അവിടെ നിവേദനം കൊടുക്കാൻ പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് സ്റ്റാലിന്റെ അടുത്ത് തമിഴ്നാട്ടിൽ നിവേദനം കൊടുക്കാൻ പറ്റുമോ? കേരളത്തിലുള്ള ആളുകൾ അവിടെ പ്രശ്നം പറയാൻ നിവേദനം കൊടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തന്നെയല്ലേ കാണേണ്ടത്? രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി BJP-യുടെ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി അംഗീകരിക്കാൻ പറ്റില്ല, ഞങ്ങൾ പാകിസ്ഥാനിൽ പോവാണ് നിവേദനം കൊടുക്കാൻ എന്ന് പറയാൻ പറ്റുമോ? രാജ്യത്തെ ഭരണകൂടങ്ങൾ ആരാണെങ്കിലും ആ ഭരണകൂടത്തെ നിയമവിധേയമായി അംഗീകരിക്കുക, അനുസരിക്കുക എന്നൊക്കെ നമ്മുടെ മതപരമായ ബാധ്യതയാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ബാധ്യതയാണ്. പക്ഷെ ആശയപരമായി വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നിലപാടുകൾ ഏത് സർക്കാരിന്റെ ഭാഗത്തുണ്ടായാലും സമസ്ത കേരള ജമിയത്തുലമ അവിടെ ഒരിക്കലും മടി കാണിച്ചു നിന്നിട്ടില്ല. ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ഗൗരവതരമായ പല പ്രശ്നങ്ങളിലും ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിച്ചപ്പോൾ പോലും സമസ്ത കേരള ജമിയത്തുലമ വിശ്വാസിയുടെ പ്രശ്നം വന്ന സമയത്ത് ഇതേ സംസ്ഥാന ഗവൺമെന്റിനെതിരെ പരസ്യമായി പ്രതിഷേധിക്കാനും നിലപാട് സ്വീകരിക്കാനും സമരം നടത്താനും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ആരും മറന്നു കാണരുത്, അതാരും മറക്കരുത്. അപ്പൊ സമസ്ത കേരള ജമിയത്തുലമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പണ്ഡിതന്മാർ സ്വീകരിച്ച നയനിലപാടുകളിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. പക്ഷേ അതൊരു സംഘടനയാണ്, അതിനൊരു അസ്തിത്വമുണ്ട്, അതിന് വ്യക്തിത്വമുണ്ട്, അതിനൊരു ആദർശമുണ്ട്. ആ ആദർശമൊക്കെ കളഞ്ഞു കുളിച്ച് ഇവിടെ ഇപ്പൊ ഈ കാലത്ത് മോഡി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാവരും ഇപ്പൊ നമ്മളുമായിട്ട് സഹകരിക്കുന്ന സാഹചര്യമുണ്ട്.
അതുകൊണ്ട് ഇപ്പൊ ഈ സുന്നി മുജാഹിദും ജമാഅത്തും പറഞ്ഞിട്ട് ഈ കളി ഇപ്പൊ വേണ്ട, തൽക്കാലം ഒരു സങ്കര സംസ്കാരം രൂപപ്പെടുത്തിയെടുത്ത് സമസ്ത കേരള ജമിയത്തുലമയുടെ ആദർശപരമായ വ്യക്തിത്വത്തെ തൽക്കാലം ഒന്ന് മൂടിവെക്കാം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ആരോടുള്ള വിരോധം കൊണ്ടല്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഏത് സാധാരണ സംഘടനാ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അത് അവന്റെ ഐഡന്റിറ്റിയാണ്. അത് അവരുടെ ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റി എന്താണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുക. ആശയാദർശങ്ങൾക്കെതിരായി വരുന്ന ഏത് പ്രചരണങ്ങളാണെങ്കിലും അതിനെ നിയമവിധേയമായി പ്രതിരോധിക്കുക. ആ ബിദഈ പ്രസ്ഥാനങ്ങൾ ആരെ സഹായിക്കുന്നു, ആരെ സഹായിക്കുന്നില്ല, ഏത് മുന്നണിയിലാണോ, ഏത് മുന്നണിയിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയല്ല സമസ്ത കേരള ജമിയത്തുലമക്കുള്ളത്. 1926 സമസ്ത കേരള ജമിയത്തുലമ രൂപീകരിച്ചത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ അതേ പ്രഖ്യാപിത ലക്ഷ്യത്തിലൂടെയാണ് ഇന്നും ആ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ആദർശപരമായ കാര്യത്തിൽ അതിനനുസൃതമായിട്ടുള്ള ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ് സ്വാഭാവികമായും ബിദഈ പ്രസ്ഥാനക്കാർ ഇതിനെതിരെ ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാർ പലരും ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രധാനപ്പെട്ട നമുക്ക് കിട്ടുന്ന ഒരു ഉപദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ആദർശ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ, നിങ്ങളുടെ ആദർശ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് CPM-ന് ഗുണം ചെയ്യും. കാരണം ജമാഅത്തെ ഇസ്ലാമിയും CPM ഇപ്പൊ നല്ല അടിയിലാണ്. അവര് തമ്മിൽ തല്ലുന്നതിന് നമ്മൾ ഉത്തരവാദികളല്ല. അതുകൊണ്ട് നിങ്ങളെങ്ങാനും നിങ്ങളുടെ ആദർശ സമ്മേളനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി വിമർശിച്ചു കഴിഞ്ഞാൽ അത് CPM-നാണ് ഗുണം ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആദർശ സമ്മേളനത്തിൽ CPM-ന് ജമാഅത്തെ ഇസ്ലാമി വിമർശിച്ചാൽ അത് ആത്യന്തികമായി നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി അല്ല വിമർശിക്കുന്നത്, അത് നിങ്ങൾ CPM-നെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വായ മൂടിക്കെട്ടാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നപ്പോ ജമാഅത്തെ ഇസ്ലാമിയും CPM-ഉം തെറ്റിയത്? എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ രാഷ്ട്രീയ നിലപാട് വന്നത്? ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പിന്തുണക്കാത്ത രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ കേരളത്തിൽ? ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കാത്ത രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ കേരളത്തിൽ? ജമാഅത്തെ ഇസ്ലാമി ആദ്യം വോട്ട് ശിർക്കായിരുന്നു. ആദ്യം വോട്ട് ചെയ്യാനേ പാടില്ല, അത് ശിർക്കായിരുന്നു. അവസാനം അത് തൗഹീദിന്റെ പട്ടികയിലേക്ക് മാറ്റി എഴുതി. ആദ്യം വോട്ട് ചെയ്യുക എന്നുള്ളത് ശിർക്കിന്റെ പട്ടികയിലായിരുന്നു. പിന്നെ ജമാഅത്തെ ഇസ്ലാമി അത് തൗഹീദിന്റെ പട്ടികയിലേക്ക് മാറ്റി എഴുതി. തൗഹീദിന്റെ പട്ടികയിലേക്ക് മാറ്റി എഴുതിയപ്പോ ജമാഅത്തെ ഇസ്ലാമി ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പ്രഖ്യാപിച്ചത് ആർക്കാന്നറിയോ? ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പ്രഖ്യാപിച്ചത് കോൺഗ്രസിനെതിരെ BJP-യുടെ ആദ്യമ രൂപമായിട്ടുള്ള ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് ജമാഅത്തെ ഇസ്ലാമി ആദ്യമായിട്ട് പറഞ്ഞത്. ഇവരുടെ സമുദായ പ്രതിബദ്ധത അന്ന് തുടങ്ങിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടെന്തായിരുന്നു? ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ട സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ജയിലിൽ കിടന്നു. കേരളത്തിലെ പല ജമാഅത്തെ ഇസ്ലാമിക്കാരും ജയിൽ മോചിതരായിട്ട് പോകുന്ന എങ്ങനെയെന്നറിയോ? ഇനിമേൽ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കില്ല എന്ന അഫിഡവിറ്റ് കൊടുത്തു, സത്യവാങ്മൂലം എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഇനിമേൽ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കില്ല എന്ന് ജയിലിൽ ഒപ്പുവെച്ച് മാപ്പ് പറഞ്ഞ് വന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. ഒപ്പുവെച്ചു എന്ന് മാത്രമല്ല, താടിയും പഠിച്ചു. എന്നിട്ടാണ് ജമാഅത്ത് താടി പിന്നെയും വരുന്നു വിചാരിക്കുക. പക്ഷെ മാപ്പ് പറഞ്ഞാൽ ഇനി ജമാഅത്തെ ഇസ്ലാമിൽ പ്രവർത്തിക്കൂല എന്ന് എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ സംഘടനക്ക് പിന്നെ എന്ത് ആദർശ വ്യക്തിത്വം ഉള്ളത്? അതിനുശേഷം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് കോൺഗ്രസിനേക്കാൾ ഏറ്റവും നല്ല ചെറുത്തുനിൽപ്പ് നടത്താൻ സാധിക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ പ്രചരിപ്പിച്ചതാരാണ്? ജമാഅത്തെ ഇസ്ലാമിയാണ്. സമത്വ ഒരു കാലത്തും ഈ കമ്മ്യൂണിസത്തിന് വെള്ളം പൂശാൻ പോയിട്ടില്ല. സമത്വ ഒരു കാലത്തും പോയിട്ടില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ ഈ ഉപദേശിക്കുന്ന ആളുകൾ തിരിച്ചറിയണം, മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ആവേശം കൊള്ളിക്കുന്ന പ്രഭാഷണം നടത്തിയിട്ട് നമുക്ക് ചേരാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ പ്രചരിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പൊ നമ്മൾ ഉപദേശിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും CPM-ഉം തമ്മിൽ തെറ്റിയപ്പോ ഇപ്പൊ നിങ്ങൾ ആദർശ സമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ അത് CPM-ന് ഗുണം ചെയ്യും. 1970-കളിൽ ഇവർ RSS-ഉമായിട്ട് ചർച്ച നടത്തി. ജമാഅത്തെ ഇസ്ലാമി RSS-ഉമായിട്ട് ചർച്ച നടത്തി.
അവർ തമ്മിൽ ധാരണകളുണ്ടായി. എന്നത് അന്ന് അവസാനിച്ചു എന്ന് വിചാരിക്കും. കഴിഞ്ഞ വർഷമാണ് വീണ്ടും ഡൽഹിയിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി RSS നേതൃത്വമായിട്ട് ചർച്ച നടത്തിയത്. ഏത് കാര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് RSSനോട് BJPയോട് യോജിക്കാൻ സാധിക്കുക? ഏത് കാര്യത്തിലാണ്? ആ ചർച്ചയുടെ വിശദാംശങ്ങൾ ഈ നിമിഷം വരെ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം പുറത്തുവിട്ടിട്ടില്ല. ഈ രാജ്യത്ത് പൗരത്വ ഭേദ നിയമം പാസാക്കപ്പെട്ട കാലം, ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന കാലം, വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ഈ രാജ്യത്തെ കോടാനക്കോടി വഖഫ് ഭൂമികൾ, വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലം, മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായ വിദ്വേഷ പ്രചരണങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലം, ഈ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് RSSുമായിട്ട് എന്ത് ചർച്ച നടത്താനുള്ളത്? എന്നിട്ട് ചർച്ചയിൽ ഇവരെന്താ തീരുമാനിച്ചത്? ആ ഏത് കാലത്ത് മുസ്ലിം സമുദായത്തിന്റെ എതിർചേരിയിൽ നിൽക്കുന്ന ശത്രുവിന്റെ പക്ഷത്തു നിന്ന് ഈ സമുദായത്തിന്റെ മുഖ്യധാരക്കെതിരായി പ്രവർത്തിക്കുന്ന സമുദായത്തിൽ എവിടെയെങ്കിലും ഭിന്നിപ്പോ അസ്വാരസ്യമോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ഇടപെട്ടുകൊണ്ട് എങ്ങനെയൊക്കെ ഭിന്നിപ്പിച്ച് 2-3 കഷ്ടമാക്കാം. മുസ്ലിം സംഘടനകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രത്യേകമായ ഒരു കഴിവും വൈഭവവും പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് അവരുടെ തനിനിറം, ആശയപരമായിട്ടുള്ള വൈകല്യങ്ങൾ നമ്മുടെ ആദർശ സമ്മേളനങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ പറയാൻ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വിമർശിച്ചു കഴിഞ്ഞാൽ അത് CPMന് ഗുണം ചെയ്യും, നിങ്ങൾ അങ്ങനെ CPMന് ഗുണം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല, CPMന് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ്. എന്ത് വിമർശനം ഉന്നയിച്ചാലും കാര്യമില്ല, ജമാഅത്തെ ഇസ്ലാമി ബിദ്അഈ പ്രസ്ഥാനമാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വിധിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപരമായ വൈകല്യങ്ങൾ, അവർ സമുദായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭിന്നിപ്പിന്റെ എല്ലാ അജണ്ടകളും ഈ സമുദായത്തിന് മുമ്പിൽ തുറന്നു കാണിക്കും എന്ന് മാത്രമേ സൂചിപ്പിക്കൂ. അതിനെന്തോ ഓമനപ്പേരിട്ട് കാര്യമില്ല, എന്തോ ഓമനപ്പേരിട്ടിട്ടും കാര്യമില്ല. ഈ ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ തനിനിറം തുറന്നു കാണിക്കാനല്ലാതെ നിർവാഹമില്ല. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിനിടയിൽ അനാവശ്യമായ ഭിന്നിപ്പുണ്ടാക്കി, ഛിദ്രതയുണ്ടാക്കി ഈ സമുദായത്തിന്റെ ഐക്യവും കെട്ടുറപ്പും തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇത്തരം ആളുകളെ സൂക്ഷിക്കുക. സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്ന, എല്ലാ നന്മക്ക് വേണ്ടിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ പാരമ്പര്യം നിലനിൽക്കുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ഏതെങ്കിലും ആളുകൾ ആസൂത്രണം ചെയ്യപ്പെടുന്ന അജണ്ടകളിൽ വീണു പോകാതെ എല്ലാവരും സമുദായത്തിന്റെയും സംഘടനയുടെയും ഒക്കെ നന്മക്ക് വേണ്ടി, സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിശാലമായ തുറന്ന മനസ്സോടുകൂടി പ്രവർത്തിക്കാനും മുന്നോട്ട് വരാനും സന്നദ്ധമാകണം എന്ന് സൂചിപ്പിക്കാൻ ഒരു കാര്യം കൂടി പറയുന്നു. നമ്മുടെ SKSFന്റെ സംസ്ഥാന കമ്മിറ്റി ഈ വരുന്ന 27-ാം തീയതി കോഴിക്കോട് വെച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട്, ഒന്ന് വഖഫ് ഭേദഗതി, വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിനെതിരെ, മറ്റൊന്ന് ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കുന്നതിനെതിരെ. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കി കഴിഞ്ഞു. ഗുജറാത്തിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് വേണ്ടി കമ്മിറ്റിയെ നിയോഗിച്ചു കഴിഞ്ഞു. BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നൊന്നാകെ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇത്തരത്തിലുള്ള ഗൗരവതരമായ വിഷയങ്ങൾ ഇവിടെ ജമാഅത്തുകാരും മുജാഹിദുകാരൊക്കെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായ ദേശീയ പ്രാധാന്യമുള്ള വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മൗലികാവകാശ റാലി 27-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയാണ്. SKSFന്റെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടി. ആ പരിപാടിക്ക് നിങ്ങളെല്ലാവരും സംബന്ധിക്കണം എന്ന് മാത്രമല്ല, അതിന് പുറമെ നിങ്ങളുടെ സഹപ്രവർത്തകരോട് ഒന്നിച്ചുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എത്തിച്ചേരണം എന്ന് സൂചിപ്പിക്കുന്നു. SKSFന്റെ ആദർശ സമ്മേളനങ്ങളുടെ ഭാഗമായി നരിക്കുനി മേഖല ആദർശ സമ്മേളനം മർഹൂം പാറന്നൂർ ഉസ്താദ് നഗറിൽ വെച്ചുകൊണ്ട് 21-ാം തീയതി വെള്ളിയാഴ്ച നരിക്കുനിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പരിപാടിയിൽ പാണക്കാട് സയ്യിദ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ, ഹമീദ് ഫൈസി അമ്പലക്കടവ്, സുഹൈൽ ഹൈത്തമി പള്ളിക്കര, അൻവർ സാദിഖ് ഫൈസി താനൂർ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുമായി പരിപാടിയിലേക്ക് സംഘാടകർക്ക് വേണ്ടി ക്ഷണിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. കൊടുവള്ളി മേഖല ആദർശ സമ്മേളനം ഫെബ്രുവരി 19-ന് ഇൻഷാ അല്ലാഹ് കൊടുവള്ളിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. MT അബൂബക്കർ ദാരിമി, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, OP അഷ്റഫ് മൗലവി, ഇൻഷാ അല്ലാഹ് ഞാനും ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. അതിലും പരമാവധി പ്രചരിപ്പിക്കാനും പങ്കെടുക്കാനും സഹകരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.